ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖം തന്നെ ആയിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും ഇവിടെ റാഹത്ത് തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പാങ്ങിലുണ്ട് കേട്ടോ. നിങ്ങളും പാങ്ങിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ അറിയോ, രാവിലെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ദോശക്കല്ലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എന്താ പത്തിരിപ്പൊടി ഇല്ലേ, പത്തിരിപ്പൊടിയും കൊണ്ട് കലക്കിയിട്ട് എപ്പോഴും ഇപ്പോൾ മക്കൾക്ക് ഇവിടുന്ന് പൊറോട്ട വാങ്ങി കൊടുക്കലൊന്നും ഇതാവില്ലല്ലേ. ചപ്പാത്തി 2 ദിവസമായി ചപ്പാത്തിയും ചുട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലേശം കലക്കി ചുട്ട് അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പത്തിരിപ്പൊടി കലക്കിയിട്ട് നോൺ സ്റ്റിക്ക് തവ ഇതുണ്ടല്ലോ അതിൽ ചുട്ട് കൊടുക്കാമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ നാഷ്ട അതാണ് കേട്ടോ, ദോശ. അങ്ങനെ പിന്നെ ആ പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ യോസ്കഥ ചക്ക കൊടുന്നിട്ടോ. നമ്മളവിടെ കൊടകിൽ ചക്ക കൊണ്ടുവരാനായിട്ടില്ലല്ലോ, ചക്ക ആകാനായിട്ടില്ലല്ലോ. ഇവിടെ നോക്കുമ്പോൾ ചക്കെല്ലാം നല്ല മൂത്ത് പൗത്തിനിട്ട് നല്ല പഴഞ്ചക്കാണ്, വലിയ വലിയ ചുള. യോസ്കഥ ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവന്നീന് കേട്ടോ. അതിൻ്റെ പുറത്തത്തെ ചുള ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് കൊണ്ടുവന്നുകൊണ്ട് എളുപ്പം ഇങ്ങനെ ചുള പറിച്ചിടാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുളമൊക്കെ പറിച്ച് കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നോക്കുമ്പോൾ നല്ല അപാര ടേസ്റ്റ്, പുട്ടുപോലെ ഉണ്ട്. ഒറ്റ തിളക്ക് തന്നെ നല്ല അടിപൊളി വേകുന്നുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും റാഹത്ത് തന്നെ ഇരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളെ ചക്കയും കഞ്ഞിയും ചാറ്റുക്കും ചോദിച്ചൊക്കെ തന്നെ വീണ്ടും ഇറങ്ങിക്കണില്ലേ. അതന്നെ ഇത് തന്നെയാണ് നമുക്ക് റാഹത്ത്. പക്ഷെ നോമ്പ് കഴിഞ്ഞപ്പോൾ ഈ രാവിലെ എണിക്കലും ദോശ ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങൾ വേറൊരു കഥ കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെ വിഷയങ്ങൾ, അതങ്ങൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ നിങ്ങളെ നാട്? ഞങ്ങൾ കൊടകിലാണ് കേട്ടോ. ഞങ്ങളെ നാട് കൊടകാണ്. പുതിയതായിട്ട് വന്നവരാണ് ചോദിക്കുന്നതെന്നുള്ളത് അറിയാം, ഈ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ എന്താക്കി കുറച്ച് ബീഫ് ഉണ്ടായിന് പെരുന്നാളിൻ്റെ അന്ന് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അത് ഞാൻ എന്താക്കിയാറ് എടുത്തിട്ട് ഇനിയും ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടെന്നും പറഞ്ഞിട്ട് അത് ഞാൻ കറി വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ചക്ക അടുപ്പത്ത് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അത് ബീഫിൻ്റെ കറിയെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഉള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് തൂമിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താക്കിയാൽ ചക്കൻ്റെ പണിയാണ് യോസ്ക്ക് അങ്ങനെ കൊടുന്ന് വെച്ചുകൊണ്ട് എളുപ്പം കഴിഞ്ഞിട്ടോ. നോക്കുമ്പോൾ എന്നാൽ രാത്രി ചുട്ട ചപ്പാത്തിയാണ്, അതങ്ങനെയുണ്ട് ആ ചപ്പാത്തി അവിടെ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഏറ്റവും കുട്ടികൾ തിന്നാൽ ഇപ്പോൾ നാശത്തെ ദോശ എല്ലാം ആക്കിയത്. അപ്പോൾ അത് തിന്നുന്ന സമയത്ത് തിന്നോളൂ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാന്താരി കൊടുത്തു. പക്ഷെ വലിയ എരിവൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പമില്ലേനു. കാന്താരി അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വീഡിയോക്ക് വലിയ കുറച്ച് കളറ് കുറവൊക്കെ ഉണ്ടാവും. ഇവിടെ വലിയ അടുക്കളയിൽ വലിയ ലൈറ്റ് ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം വെളുത്തുള്ളിയും കരിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് നല്ലോണം തൂമിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചക്കൊക്കെ 2 തള കളിച്ചു. ചക്കയും ചക്കൻ്റെ കുരും ഒക്കെ നല്ല വെന്തിന് കേട്ടോ. പിന്നെ കുക്കറിലിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായി. പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകമെല്ലാം അരച്ചിട്ട് വെച്ചാൽ ഒന്നും കൂടി രസമുണ്ടാവും. പക്ഷെ അങ്ങക്ക് ഇങ്ങനെയാണ് ഇവിടെ, ഞങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഇങ്ങനെ ചളിഞ്ഞ് കിട്ടുമ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്നതാണ്. തേങ്ങ അരച്ചിട്ട് കിട്ടാനൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇഷ്ടംപോലെ നമ്മളെ യൂസ്ഖാൻ്റെ മുതലാണ്ടവരെ പറമ്പിൽ ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക എന്താക്കി, ഞങ്ങൾക്കിപ്പോൾ അവിടെ ചക്ക ഇടാനൊന്നായിട്ടില്ല, ഇടിച്ചക്കൻ്റെ ഒക്കെ ഒരു പരുവായിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതാണ്. ബീഫ് കറിയും പിന്നെ ചക്കക്കൂട്ടാനും പിന്നെ ചോറും എല്ലാം എടുത്തിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും.